മാംസ്യത്തിന്റെയും കൊഴുപ്പിന്റെയും കലവറയായ വെണ്ട കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന പച്ചക്കറിയാണ്. സാധാരണയായി നാടൻ ഇനങ്ങളും സങ്കര ഇനങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നല്ല രുചിയും മണവുമുള്ള ചെറിയ ഇനം സാമ്പാർ വെണ്ട മുതൽ അരമീറ്ററിലധികം നീളം വെക്കുന്ന ആനക്കൊമ്പൻ വരെയുണ്ട് വെണ്ട ഇനങ്ങളിൽ. അയഡിൻ കൂടുതലുള്ള പച്ചക്കറി ആയതിനാൽ തൈറോയിഡ് രോഗത്തെ തടയാൻ വെണ്ടയ്ക്ക ധാരാളമായി കഴിക്കാം. വെണ്ട ഇനങ്ങളിൽ വെളുത്ത നീണ്ട കായ്കളുള്ള ഇനങ്ങൾ മിക്കതും വൈറസ് രോഗങ്ങൾക്ക് വശംവദമാകുന്നതിനാൽ പച്ച നിറമുള്ള ചെറിയ കായ്കൾ ഉൽപ്പാദിപ്പിക്കുന്നതും രോഗത്തെ ചെറുക്കുന്നതുമായ ഇനങ്ങളാണ് പൊതുവെ കൃഷി ചെയ്യുന്നത്. പച്ച അല്ലെങ്കിൽ ഇളം പച്ച നിറത്തിലുള്ള കായ്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇനങ്ങളാണ് പൂസ സവാനി, പൂസ മക്മലി, കിരൺ, സൽകീർത്തി എന്നിവ. CO1, അരുണ എന്നിവ ചുവന്ന കായ്കളുള്ള ഇനങ്ങളാണ്. മൊസൈക് രോഗത്തിനെതിരെ പ്രതിരോധശേഷിയുള്ള ഇനങ്ങളാണ് അർക്ക അനാമിക, അർക്ക അഭയ്, സുസ്ഥിര, അഞ്ചിത, മഞ്ജിമ തുടങ്ങിയവ. മഴക്കാലത്ത് ഏറ്റവും അനുയോജ്യമായി കൃഷി ചെയ്യാൻ പറ്റുന്ന വിളയാണ് വെണ്ട. ഫെബ്രുവരി, മാർച്ച്, ജൂൺ, ജൂലൈ, ഒക്ടോബർ, നവംബർ എന്നീ സമയങ്ങളിൽ വെണ്ട കൃഷി ചെയ്യാം. വേനൽക്കാല വിളയായി കൃഷി ചെയ്യുമ്പോൾ 1 സെന്റിന് 35 ഗ്രാം വിത്താണ് ആവശ്യമായി വരിക. മഴക്കാല വിളയായി കൃഷി ചെയ്യുമ്പോൾ 30 ഗ്രാം വിത്തും വേണ്ടിവരും. വേനൽക്കാല വിളയായി ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ നടുമ്പോൾ വരികൾ തമ്മിൽ 60 സെന്റിമീറ്ററും ഓരോ വരിയിലെ ചെടികൾ തമ്മിൽ 30 സെന്റിമീറ്ററും ഇടയകലത്തിലാണ് വെണ്ട നടുക. മറ്റ് സമയങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ വരികൾ തമ്മിൽ 60 സെന്റിമീറ്ററും ഓരോ വരിയിലെ ചെടികൾ തമ്മിൽ 45 സെന്റിമീറ്ററും ഇടയകലത്തിലാണ് വെണ്ട നടേണ്ടത്. വിത്തിന്റെ 2 ഇരട്ടി വെള്ളത്തിൽ 2 മണിക്കൂർ കുതിർത്ത ശേഷമാണ് വെണ്ട വിത്ത് നടേണ്ടത്. എന്നാൽ വേനൽക്കാല വെണ്ട നടുന്നതിന് മുൻപ് കുറഞ്ഞത് 16 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം വേണം നടാൻ. 1 കിലോ വിത്ത് 8 ഗ്രാം സ്യൂഡോമോണാസിൽ വിത്ത് പരിചരണം നടത്തിയ ശേഷം വേണം നടാൻ. വിത്തിന്റെ അങ്കുരണശേഷിയെ ദോഷകരമായി ബാധിക്കുന്ന കുമിളുകളെയും ബാക്ടീരിയകളെയും നിർവീര്യമാക്കുന്നതിനായി ബീജാമൃതം ഉപയോഗിക്കുന്നതായി കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. ആയതിനാൽ വിത്തുകളും തൈകളും നടുന്നതിനു മുൻപ് അല്പനേരം ബീജാമൃതത്തിൽ മുക്കിയ ശേഷം നട്ടുകൊടുക്കുക. ജലസേചനം അധികമായാൽ പല രോഗങ്ങൾക്കും കാരണമാകുന്നതിനാൽ ആവശ്യാനുസരണം മാത്രം നന കൊടുക്കാവുന്നതാണ്. എന്നാൽ വിത്ത് പാകി കൊടുക്കുന്നത് മുതൽ മണ്ണിൽ ഈർപ്പമുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. നടുന്നതിന് 15 ദിവസം മുൻപായി കുമ്മായം സെന്റിന് 2 കിലോ വീതം നൽകുക. അടിവളമായി കാലിവളം അല്ലെങ്കിൽ കമ്പോസ്റ്റ് 1 സെന്റിന് 80 കിലോ എന്ന അളവിൽ നൽകുക. 1 സെന്റിന് 10 ഗ്രാം എന്ന തോതിൽ PGPR മിക്സ് 1 ട്രൈക്കോഡർമയും കാലിവളവുമായി യോജിപ്പിച്ച് 10 മുതൽ 15 ദിവസം തണുപ്പുള്ള അന്തരീക്ഷത്തിൽ വയ്ക്കുക. ശേഷം ഇവ അടിവളമായി നൽകാവുന്നതാണ്. കൂടാതെ 8 ഗ്രാം സ്യൂഡോമോണാസും നൽകാം. ഇതിനു പുറമെ സെന്റ് 1ന് 760 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റും 692 ഗ്രാം പൊട്ടാസ്യം സൾഫേറ്റും നൽകുക. മേൽവളമായി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെങ്കിലും ഒന്ന് ഓരോ 10 അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ നൽകാവുന്നതാണ്. പുഷ്പിക്കുന്നതുവരെ ചാണകത്തെളി, വെർമി വാഷ്, ഗോമൂത്രം എന്നിവ ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട കീടങ്ങളെ തടയുന്നതിനായി പ്രകൃതിയുടെ തന്നെ ഇടപെടലുകൾക്ക് കരുത്തു പകരേണ്ടത് അത്യാവശ്യമാണ്. പരാന്നജീവികൾ, ഇരുപിടിയന്മാർ, മിത്രനിമാവിരകൾ എന്നിവ നമ്മുടെ കൃഷിയിടത്തിൽ അവയുടെ ജീവസന്ധാരണത്തിനായി വർദ്ധിക്കുന്നു. എന്നാൽ ഇവയുടെ സുഗമമായ പ്രജനനത്തിനും വർധനയ്ക്കും പൂമ്പടിയും പൂന്തേനും നിറഞ്ഞ പൂക്കളുള്ള ചെടികൾ കൃഷിയിടത്തിന്റെ അതിരുകളിൽ സ്ഥായിയായി തന്നെ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള പല മിത്രപ്രാണികളുടെയും പൂർണ്ണ വളർച്ചയെത്തിയ പ്രാണികൾ ഭക്ഷിക്കുന്നത് പൂമ്പൊടിയും പൂന്തേനും എന്നിരിക്കെ മറ്റ് ഇളം ദിശകൾ ഭക്ഷിക്കുന്നത് ശത്രുകീടങ്ങളെയുമാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി മിത്രപ്രാണികൾക്ക് ഒളിഞ്ഞിരിക്കുവാനും ഇണചേരുവാനുമുള്ള സ്വാഭാവിക അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു.
കൂടാതെ അതിരുകളിൽ വച്ചുപിടിപ്പിക്കുന്ന ഇത്തരം ചെടികൾ കൃഷിയിടത്തിൽ വിളകളില്ലാത്തപ്പോൾ ഉണ്ടാകുന്ന ഭക്ഷണക്ഷാമം പരിഹരിക്കാൻ ഉതകുന്നു. ഇങ്ങനെ പാരിസ്ഥിതിക പരിവർത്തനത്തിന്റെ വിവിധ തലങ്ങളിൽ ശ്രദ്ധയൂന്നിക്കൊണ്ടാണ് മിത്രകീടങ്ങളുടെ പ്രഭാവം ഉറപ്പാക്കുന്നത്. നമ്മുടെ നാട്ടിൽ യഥേഷ്ടം കാണുന്ന തലവെട്ടി, പെരുവലം, തുമ്പ, തുളസി, കാക്കപ്പൂവ്, ആവണക്ക്, സൂര്യകാന്തി, ചെമ്പരത്തി, മൈലാഞ്ചി, മരമുല്ല തുടങ്ങിയവ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ചിലന്തികളെ കൃഷിയിടത്തിൽ തന്നെ നിലനിർത്തുന്നതിനായി അവിടവിടെ വൈക്കോൽ കൂനകളോ 3-4 ഓലത്തുമ്പുകൾ കൂട്ടിച്ചേർത്ത് വല കെട്ടാൻ സൗകര്യമൊരുക്കി കൊടുക്കുകയോ ചെയ്യാം. അപ്പച്ചെടി, പൊന്നാങ്കണ്ണി ചെടി, തലവെട്ടിച്ചെടി തുടങ്ങിയ സസ്യങ്ങൾ തൊടിയിൽ വളരാൻ അനുവദിക്കുക. ഇത്തരം ചെടികളുടെ പൂക്കളിൽ നിറയുന്ന പൂന്തേനുകൾ മിത്രകീടങ്ങളെ കൃഷിയിടത്തിൽ തന്നെ നിലനിർത്തുവാനും പ്രേരിപ്പിക്കുന്നു. വെണ്ടയെ ആക്രമിക്കുന്ന പ്രധാന കീടങ്ങളാണ് തണ്ട് അല്ലെങ്കിൽ കായതുരപ്പൻ, മണ്ടരികൾ, പച്ചത്തുള്ളൻ, വെള്ളീച്ച, മുഞ്ഞ, ഉറുമ്പ്, നിമാവിരകൾ എന്നിവ. കായിലൂടെയോ ഇളം തണ്ടിലൂടെയോ തുളച്ചുകയറി ഉൾഭാഗം തിന്നു നശിപ്പിക്കുന്നതാണ് തണ്ട് അല്ലെങ്കിൽ കായതുരപ്പന്മാരുടെ ലക്ഷണം. ആക്രമണഫലമായി ഇളം തണ്ട് വാടിത്തൂങ്ങുകയും കരിയുകയും ചെയ്യുന്നു. പുഴുക്കുത്തേറ്റ ദ്വാരത്തിൽ കൂടി വിസർജ്യം പുറത്തേക്ക് വരുന്നതും കാണാം. ഇവയുടെ ആക്രമണത്തെ തടുക്കുന്നതിനായി കേടുവന്ന തണ്ടുകളും കായ്കളും നശിപ്പിക്കേണ്ടതാണ്. ആക്രമണാരംഭത്തിൽ 5% വീര്യത്തിൽ വേപ്പിൻ കുരു സത്ത് തളിക്കുക. ബിവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. മെറ്റാറൈസിയം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നത് നല്ലതാണ്. ഹെലിക്കോവെർപ്പ ആർമിജീറ, ഏരിയാസ് വിറ്റല്ല എന്നീ കായ്തുരപ്പൻ പുഴുക്കൾക്കെതിരെ ഫിറമോൺ കെണികൾ ഫലപ്രദമായി തോട്ടങ്ങളിൽ സ്ഥാപിക്കാവുന്നതാണ്. 1 ഏക്കറിൽ 5 എണ്ണം സ്ഥാപിക്കണം. ഇത്തരം കെണികൾ സ്ഥാപിക്കുമ്പോൾ ഹെലിക്കോവെർപ്പയുടെ ഫിറമോൺ കെണിയിൽ നിന്നും 25 മീറ്ററോളം ദൂരെ മാറി വേണം ഏരിയാസ് വിറ്റല്ലയുടെ കെണി സ്ഥാപിക്കാൻ. ഇലപ്പരപ്പിന് 1 അടി മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം കെണികൾ സ്ഥാപിക്കേണ്ടത്. കായ്തുരപ്പൻ കീടങ്ങളെ വികർഷിക്കാൻ തുളസി പോലുള്ള ചെടികൾക്ക് കഴിയും. മിത്രകീടങ്ങളായ ട്രൈക്കോഗ്രമ, ടെട്രാസ്റ്റിക്കസ്, ടെലിനോമസ് എന്നിവകളെയും ഇരുപിടിയന്മാരായ ക്രൈസോപെർല, ആനത്തുമ്പികൾ, ചിലന്തികൾ, ചെഞ്ചാഴികൾ എന്നിവയെയെല്ലാം ആകർഷിക്കുന്നതിന് സൂര്യകാന്തി, ക്യാരറ്റ്, കടുക്, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയ ചെടികൾക്ക് കഴിയും. കൂടാതെ ഇത്തരം ചെടികളുടെ പൂക്കളിൽ നിറയുന്ന പൂന്തേനുകൾ മിത്രകീടങ്ങളെ കൃഷിയിടത്തിൽ തന്നെ നിലനിർത്തുവാനും പ്രേരിപ്പിക്കുന്നു. വെണ്ടയെ ആക്രമിക്കുന്ന നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ് മണ്ടരികൾ, പച്ചത്തുള്ളന്മാർ, വെള്ളീച്ചകൾ, മുഞ്ഞകൾ എന്നിവ. ചിലന്തി വർഗത്തിൽപ്പെട്ട 8കാലുള്ള മണ്ടരികൾ ഇലകളുടെ അടിവശത്ത് തന്റേതായ ശൈലിയിൽ വലവിരിച്ച് അതിലിരുന്നുകൊണ്ടാണ് ചെടികളെ ആക്രമിക്കുന്നത്. പച്ചത്തുള്ളന്മാർ ഇലയുടെ അടിവശത്ത് കൂട്ടം കൂട്ടമായിരുന്ന് നീരൂറ്റി കുടിക്കുന്നു. ഇതിന്റെ ഫലമായി ഇലകൾ മഞ്ഞളിക്കുകയും കരിയുകയും ചെയ്യുന്നു. കൂടാതെ ഇലകൾ ചുളുങ്ങുകയും ചെടികൾ മുരടിക്കുകയും ചെയ്യുന്നു. വെള്ളീച്ചകൾ നീരൂറ്റി കുടിക്കുന്നതിനാൽ ഇലഞരമ്പുകൾ മഞ്ഞളിച്ച് ഇലകൾ ഉണങ്ങിപ്പോകുന്നു. മൊസൈക്ക് രോഗം പരത്തുന്നതും വെള്ളീച്ചകളാണ്. ഇലയുടെ അടിഭാഗത്ത് പറ്റം പറ്റമായി പറ്റിപ്പിടിച്ച് നീരൂറ്റി കുടിക്കുന്ന മുഞ്ഞകൾ ഇണ ചേർന്നും ചേരാതെയും അനുസ്യൂതം പ്രജനനം നടത്തുന്നതിനാൽ എണ്ണത്തിൽ കുറച്ചു ദിവസം കൊണ്ടുതന്നെ നിയന്ത്രണാതീതമാകുകയും ചെയ്യാറുണ്ട്. നിയന്ത്രണം: ബിവേറിയ ബെസിയാന എന്ന കുമിൾ ഉപയോഗിച്ചും നമ്മുടെ വീടുകളിൽ ബാക്കിയാവുന്ന കഞ്ഞിവെള്ളം നേർപ്പിച്ച് ആഴ്ചയിലൊരിക്കൽ ഇലയുടെ അടിഭാഗത്ത് വീഴത്തക്ക വിധത്തിൽ തളിക്കുന്നത് വഴിയും മണ്ടരികളെയും മുഞ്ഞകളെയും നിയന്ത്രിക്കാവുന്നതാണ്. 2% വീര്യത്തിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇലകളുടെ അടിവശം നനയുന്ന രീതിയിൽ തളിക്കുന്നത് പച്ചത്തുള്ളൻ, വെള്ളീച്ച, മുഞ്ഞ എന്നീ കീടങ്ങൾക്കെതിരെ പ്രയോഗിക്കാവുന്നതാണ്. കൂടാതെ പച്ചത്തുള്ളനെതിരെ പുകയില കഷായവും നൽകാം. മഞ്ഞക്കിണികൾ ചെടിയുടെ തലപ്പിൽ നിന്നും 15 സെന്റിമീറ്റർ ഉയരത്തിൽ കെട്ടിത്തൂക്കിയിട്ട് വെള്ളീച്ചകളെയും മുഞ്ഞകളെയും നിയന്ത്രിക്കാവുന്നതാണ്. 1 ഹെക്ടറിൽ 20 എണ്ണമാണ് സ്ഥാപിക്കേണ്ടത്. കൂടാതെ വെള്ളീച്ചകളെ ആകർഷിച്ച് നശിപ്പിക്കുവാൻ മഞ്ഞപാത്രത്തിൽ വെള്ളം നിറച്ച് കൃഷിയിടത്തിൽ വെക്കാവുന്നതാണ്. വെള്ളീച്ച ആക്രമിച്ച ഞരമ്പ് തലയിൽ കാണുന്ന ചെടികൾ ആരംഭത്തിൽ തന്നെ നശിപ്പിച്ചു കളയുകയും വേണം. വെള്ളീച്ചയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന മിത്രകീടങ്ങളായ എൻകാർസിയ, ഇറഡ്മോസിറസ്, വെള്ളീച്ചയെ ആഹരിക്കുന്ന ഇരപിടിയന്മാരായ മിറിച്ചാഴികൾ, ആനത്തുമ്പികൾ, ചിലന്തികൾ,
പ്രേയിങ് മാൻഡിഡുകൾ, കടിയുറുമ്പുകൾ, കോക്സിനെല്ലിഡുകൾ, റേന്തപത്ര പ്രാണികൾ തുടങ്ങിയവ നല്ല രീതിയിൽ തന്നെ വെള്ളീച്ചകളെ നിഗ്രഹിക്കാൻ ശേഷിയുള്ളവയാണ്. വെള്ളീച്ചകളെ വികർഷിക്കാൻ കഴിവുള്ള പുതിന ചെടികളും മിത്രകീടങ്ങളായ ഇരപിടിയൻ ഇലപ്പേനുകളെ ആകർഷിക്കാൻ ഫ്രഞ്ച് ബീൻസ് ചെടികൾക്കും കഴിയും. അതിനാൽ ഇവയെ വിളകളോടൊപ്പം നട്ടുവളർത്താവുന്നതാണ്. മുഞ്ഞകളെ നിയന്ത്രിക്കാൻ ചാരം വിതറിക്കൊടുക്കുകയോ വെർട്ടിസീലിയം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കുകയോ ആവാം. മുഞ്ഞകളുടെ പരാന്നജീവികളെയും ഇരപിടിയന്മാരെയും ആകർഷിക്കുന്നതിനും കൃഷിയിടത്തിൽ തന്നെ നിലനിർത്തുന്നതിനും ശ്രദ്ധിക്കണം. ഇരപിടിയന്മാരിൽ പലതിനും, ഉദാഹരണത്തിന് സിർഫിഡീച്ചകൾ, മാതൃജീവികൾക്ക് പൂന്തേനും പൂമ്പൊടിയുമാണ് ഭക്ഷണമെങ്കിലും ഇവയുടെ കുഞ്ഞുങ്ങൾ മുഞ്ഞകളെയാണ് ഭക്ഷിക്കുന്നത്. അതിനാൽ തന്നെ സസ്യഭോജികളായ ഇരപിടിയന്മാരുടെ പുഴുക്കൾ മുഞ്ഞകളെ ആഹരിച്ച് മാംസബുക്കുകളാവുകയും ചെയ്യുന്നു. ഈ 2 വളർച്ചാ ഘടകങ്ങൾക്കും ആവശ്യമുള്ള ഭക്ഷണം ഒരേ കൃഷിയിടത്തിൽ തന്നെ ഒരുക്കി കൊടുക്കുവാൻ ശ്രദ്ധിച്ചാൽ പ്രകൃതിയാൽ തന്നെയുള്ള ഭക്ഷണ ശൃംഖല ശക്തിപ്പെടുത്തുവാനും അതുവഴി കീടാക്രമണം നിയന്ത്രിക്കുവാനും കഴിയും. നീരിട്ട് കുടിക്കുന്ന പ്രാണികളെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് ഈയം പൂശാത്ത ചെമ്പുപാത്രത്തിൽ ഗോമൂത്രവും ആര്യവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ചെടുത്ത ഗോമൂത്ര അധിഷ്ഠിത കീടനാശിനി 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആഴ്ചയിലൊരിക്കൽ ഇലയുടെ അടിയിലും മുകളിലും തളിക്കുന്നത് ഫലപ്രദമാണെന്ന് കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. ഉറുമ്പുകളും വെണ്ടകൃഷിയിൽ ശല്യക്കാരാകാറുണ്ട്. ഇവ പൂമൊട്ടുകളെയും പൂക്കളെയും കായ്കളെയും കാർന്നു തിന്നുന്നു. ഇവയുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി വേപ്പിൻ പിണ്ണാക്ക് 25 ഗ്രാം കുഴി 1 എന്ന തോതിൽ ഇട്ടുകൊടുക്കുക. 2% വീര്യത്തിൽ വേപ്പെണ്ണ മഞ്ഞൾ സോപ്പ് ലായനി ചെടികളിൽ തളിച്ചു കൊടുക്കുക. ചെടിക്ക് ചുറ്റും മണ്ണിൽ 4% വീര്യത്തിൽ സോപ്പ് മണ്ണെണ്ണ മിശ്രിതം തളിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. വെണ്ടകൃഷിയെ ആക്രമിക്കുന്ന മറ്റൊരു പ്രധാന കീടമാണ് നിമാവിരകൾ. ഇവ വേരുകളിൽ മുഴകൾ ഉണ്ടാക്കുന്നു. ചെടികളിൽ മഞ്ഞളിപ്പ് കാണപ്പെടുകയും ചെടികളുടെ വളർച്ച മുരടിക്കുകയും ചെയ്യുന്നു. ഇവയെ നിയന്ത്രിക്കുന്നതിനായി കുഴി 1 1/2 കിലോ എന്ന അളവിൽ ഉമിയോ വേപ്പിലയോ കമ്മ്യൂണിസ്റ്റ് പച്ചയോ ചേർത്ത് മണ്ണിട്ട് മൂടുക. വേപ്പിൻ പിണ്ണാക്ക് ചെടിക്ക് ചുറ്റും മണ്ണിൽ ചേർക്കണം. ഒരു ചെടിക്ക് 25 ഗ്രാം എന്ന അളവിൽ. പാസിലോമൈസിസ് ലിലാസിനസ് എന്ന പരാന്നജീവിയെ ഉപയോഗിച്ചും വികർഷണ വിളയായ ബന്ധിച്ചെടികളെ വേലിച്ചെടിയായും ഇടവിളയായും നട്ടുകൊണ്ടും വിളചംക്രമണം അനുവർത്തിച്ചുകൊണ്ടും ഇവയെ നിയന്ത്രിക്കാം. മൊസൈക്ക് രോഗവും ഇലപ്പുള്ളി രോഗവുമാണ് വെണ്ടയിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങൾ. മൊസൈക്ക് രോഗം ബാധിച്ച ചെടിയുടെ ഇലഞരമ്പുകൾ മഞ്ഞളിച്ച് കട്ടിയുള്ളതാകുന്നു. കായ്കൾ ചെറുതും മഞ്ഞ കലർന്ന പച്ച നിറത്തിലും കാണപ്പെടുന്നു. വെള്ളീച്ചകളാണ് മൊസൈക്ക് രോഗം പരത്തുന്നത്. ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി രോഗം ബാധിച്ച ചെടികൾ പിഴുതു നശിപ്പിക്കുക. അർക്ക അനാമിക, അർക്ക അബൈ, സുസ്ഥിര, വർഷ ഉപഹാർ എന്നീ രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുക. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ച് രോഗം പരത്തുന്ന വെള്ളീച്ചകളെ നിയന്ത്രിച്ച് രോഗവ്യാപനം തടയാൻ സാധിക്കും. സ്യൂഡോമോണാസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലും കലക്കി തളിച്ചു കൊടുക്കുക. ഇലകളിൽ പുള്ളിപ്പുള്ളി ഉണ്ടായി ഇലകൾ കരിഞ്ഞു പോകുന്നതാണ് ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണം. രോഗം നിയന്ത്രിക്കുന്നതിനായി ഓരോ 14 ദിവസം കൂടുമ്പോഴും സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക. കുറഞ്ഞത് 3 തവണയെങ്കിലും ഇത്തരത്തിൽ ചെയ്യേണ്ടതാണ്. ട്രൈക്കോഡെർമ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഓരോ 14 ദിവസം കൂടുമ്പോഴും കുറഞ്ഞത് 3 തവണയെങ്കിലും തളിച്ചു കൊടുക്കുക.